തണ്ണിമത്തന്നെ നമ്മൾ ഏരൊക്കെ കൂട്ടി വെച്ചിരുന്ന സ്ഥലമാണ് കണ്ടില്ല. അപ്പോൾ അതിൽ ഇന്ന് അടിവളം കൊടുക്കുകയാണ്. ഫുൾ ജൈവ രീതിയിലുള്ള കൃഷിയാണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നത് കേട്ടോ. കോഴിക്കാട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അത് എങ്ങനെയാണ്. നമുക്ക് ഈ കൃഷിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് കൂടെ നിന്നിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞു തരുന്നതും കാണിച്ചു തരുന്നതൊക്കെ നമ്മുടെ കുട്ടേട്ടനാണ്. കുട്ടനായർ, നമ്മുടെ തിരുത്തിയിലുള്ള കുട്ടനായരെന്നാണ്. കോഴിക്കാട്ട് ഇടുന്നത് ഫഹദ് സുഹൈലാണ് നേതൃത്വം. നമ്മളെ പാർട്ട്നേഴ്സ്. കോഴിക്കാട്ട് മാത്രമാണ് ഇടുന്നത് ഫഹദ? കോഴിക്കാട്ട് മാത്രം. അപ്പൊ ഈ ചാണകപ്പൊടി ചാണകപ്പൊടി ഇട്ടുന്നതിൽ ഇത് കയ്പ് വരുന്നത് നമ്മുടെ കുട്ടേട്ടൻ പറഞ്ഞു. ചാണകപ്പൊടി തട്ടിക്കാതെ വെറും കോഴിക്കാട്ട് മാത്രം അടിവളം കൊടുത്തിട്ടാണ് ജനങ്ങൾക്ക് കൊടുക്കാന്നുള്ള ഒരു ഇതാണ്. ഓക്കെ. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് പുഞ്ചപ്പാടത്താണ് കേട്ടോ. പുഞ്ചപ്പാടത്ത് ഇത് അപ്പുറമൊക്കെ നെൽകൃഷിയാണ്. നമ്മളെ ഒസാര കുളം എന്ന് പറഞ്ഞ കുളമുണ്ട് അവിടെയാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഉണ്ടാക്കുന്നത്. കോഴിക്കാട്ടം പൊടിക്കണം കേട്ടോ. അപ്പോൾ അത് കോഴിക്കാട്ടം പൊടിക്കുമ്പോൾ എന്താ തോന്നുന്നത് പാത? ഇത് കോഴിക്കാട്ടാന്ന് മനസ്സിൽ കരുതണ്ട, നല്ല കുഴിമാന്തി കുഴക്കാന്ന് കരുതിയാ മതി. തൊഴിൽ വിട്ടൊന്നും കിട്ടാ. ഇതിപ്പോ ഈ കോഴിക്കാട്ടം അങ്ങനെ ഇട്ടതിന് ശേഷം മേലേക്ക് മണ്ണിടും, മണ്ണ് കയറ്റിടും. പിന്നെ ഈരാക്കിയതിന് ശേഷം പിന്നെ അതിന്റെ ഷീറ്റ് വരിക്കില്ല. ഷീറ്റിന്റെ ഉള്ളിൽ നനക്കാനുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടാണ് തൈ നടുക. നമ്മള് തൈ മുളപ്പിച്ചിട്ടാണ് കേട്ടോ നമ്മൾ നടുന്നത്. നമ്മൾ വിത്ത് നമ്മൾ ട്രെയിൽ കുത്തിയിട്ടിരുന്ന് അപ്പോൾ ഏകദേശം മുളച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നാളെയാണ് നമ്മൾ തൈകളൊക്കെ നടുന്നത്. അപ്പോൾ നമ്മൾ തൈ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ കിട്ടുമായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ ഇത് തൈ മുളപ്പിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് പരീക്ഷിക്കുകയാണ്. അപ്പോൾ തൈകളൊക്കെ നല്ല രീതിയിൽ മുളച്ചിട്ടുണ്ട്. നല്ല വെയിലാട്ടാ. ഏകദേശം 10-11 ആയിട്ടുള്ളൂ. പക്ഷേ നല്ല സ്ട്രോങ് വെയിലാണ് പാടത്തായതുകൊണ്ട്. അപ്പോൾ ഇടയ്ക്ക് വെയിൽ വരുമ്പോൾ നമ്മളിങ്ങനെ തണലത്ത് ഇങ്ങനെ കയറി വെക്കും. കൂടുതൽ വെയിലുകൊണ്ട് ശീലമില്ലാത്തവരായതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. ഇതിൻ്റെ തൈ നടുന്നതും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടൊന്ന് ലൈക്ക് ചെയ്തേക്ക്. നമ്മുടെ പുതിയ വീഡിയോസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.